ഇവിടെ DGP ലോക് ഭവനിലേക്ക് പോയി. മുൻപ് വിവിധ വകുപ്പ് മേധാവികൾ ഗവർണറെ കാണാൻ ഈ 3 മാസത്തിനിടയിൽ ഇതൊരു നിരന്തര പ്രക്രിയയായി മാറിയോ? ആ നിസ്സഹായതയും ഇനിയും ഇത് ആവർത്തിക്കുമെന്നതിൻ്റെ സൂചനയാണോ ആഭ്യന്തരമന്ത്രിയിൽ കണ്ടത് അരുൺകുമാർ? അതിൻ്റെ എതിർപ്പുണ്ട്, പക്ഷേ എതിർക്കാനില്ല എന്നുള്ളതാണോ മുഖ്യമന്ത്രി VD സതീശൻ്റെ ശൈലി? ഇവിടെ കേരളത്തിൻ്റെ ഗവർണർ യോഗാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെയും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം ലോക് ഭവനിൽ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു തരത്തിലും ഗവർണർക്ക് അത്തരത്തിലുള്ള ഒരു അധികാരമോ പദവിയോ ഇല്ല. ഏതെങ്കിലും തരത്തിൽ ചോദ്യം കുറി ചോദിക്കാം, കത്തയക്കാം എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വിളിച്ചു വരുത്തുക, കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കുക. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്കൃത സർവകലാശാലയിൽ നടന്ന ഒരു സംഭവം, അവിടെ ഒരു തരത്തിലും സിസാർ തോമസിനെ ആക്രമിക്കുകയോ മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, അന്ന് തന്നെ സിസാർ തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് 30 ദിവസത്തിനിടയിൽ ഞാൻ ഒരു തവണയെങ്കിലും ഈ ക്യാമ്പസിൽ വരണം എന്നാണ് കുട്ടികളുടെ ആവശ്യം എന്നതാണ്. ഒരു VC ഒരു മാസത്തിനുള്ളിൽ ഒരു തവണയെങ്കിലും വരണം എന്ന് പറയുന്നത് ന്യായമാണ് എന്നെല്ലാവർക്കും അറിയാം. അത്തരത്തിലൊരു ആക്രമണത്തെക്കുറിച്ച് അവർ പറഞ്ഞില്ല. അപ്പം 3 ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ചാൻസലർ DGPയെ വിളിച്ചു വരുത്തി കേസെടുക്കണം. അപ്പോൾ തന്നെ അങ്ങ് ഇരിക്കാൻ പറയുമ്പോഴേക്കും കുനിയുന്ന പോലീസുകാർ ഇവിടെ കള്ളക്കേസ് 2 എണ്ണം രജിസ്റ്റർ ചെയ്ത് കുട്ടികളെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഓരോ തരത്തിലും ഭരണത്തിൽ ഗവർണർ നേരിട്ട് ഇടപെടുമ്പോൾ ഇതെല്ലാം ശരി. ഒരു ജനാധിപത്യ രാജ്യത്ത് ഗവർണറുടെ ചുമതല ആർട്ടിക്കിൾ 143 മുതൽ 167 വരെ മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ ഭരണഘടന പ്രകാരമാണ് എന്ന് ചങ്കുറ്റത്തോടെ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ, അത് ഗവൺമെന്റിന്റെ പ്ലഷർ, മന്ത്രിസഭയുടെ പ്ലഷർ അനുസരിച്ച് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ മതി എന്ന്. പണ്ട് നമ്മൾ അറിയില്ലേ, മന്ത്രിമാരെ തിരിച്ചു വിളിക്കും എന്നൊക്കെ കേരളത്തിന്റെ ഗവർണർ പറഞ്ഞപ്പോൾ അങ്ങ് പോയി പണി നോക്കാൻ ചങ്കുറ്റത്തോടെ പറഞ്ഞ ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ ഒരു തരത്തിലും നിയമപരമായി ചെയ്യേണ്ട ബാധ്യത പോലും ചെയ്യുന്നില്ല. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ VCയെ നിയമിച്ചു, കാർഷിക സർവകലാശാലയുടെ VCയെ നിയമിച്ചു, MG യൂണിവേഴ്സിറ്റിയിലേക്ക് 19 സെനറ്റ് മെമ്പർമാരെ നിശ്ചയിച്ചു. അതേപോലെ തന്നെ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ BJPയുടെ സീല് വെച്ച് കത്തയച്ച ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കി മാറ്റി. ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ RSS നേതാവിനെ തിരികെ കയറ്റിയപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസാണ് പറഞ്ഞത് RSSന്റെ ഇംഗിതം നടപ്പാക്കുന്ന മന്ത്രിസഭയാണ് കേരളത്തിലുള്ളത്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സംഘപരിവാർ രാഷ്ട്രീയം 3 MLA മാരെ വെച്ചുകൊണ്ട് കേരളത്തിന്റെ ഭരണത്തിൽ ഡയറക്റ്റായിട്ട് ഇടപെടുന്ന സാഹചര്യം വരുമ്പോൾ ലോക് ഭവനും ഗവർണറും എല്ലാം കളിക്കുന്ന പച്ചയായ രാഷ്ട്രീയത്തിന് എതിരെ ജനാധിപത്യപരമായി പ്രതികരിക്കേണ്ട ഒരു മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയുമാണ് ഈ നാടിന് ആവശ്യം. ഇത് തന്നെയാണ് നമ്മൾ മുമ്പ് കണ്ടത്. എത്ര തവണ നിയമ പോരാട്ടം നടത്തി, സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി, ഡൽഹിയിൽ പോയി സമരം നടത്തുന്ന സാഹചര്യം. അതേപോലെ തന്നെ ഇവിടെ അനാവശ്യമായിട്ട് ഗവർണറുടെ ഓഫീസ്, ചാൻസലറുടെ ഓഫീസ്, സർവകലാശാലകളെ തകർക്കാൻ നടത്തിയ ഇടപെടലിനെതിരെ എത്ര ചങ്കുറ്റത്തോടെയാണ് ജനങ്ങളെ അണിനിരത്തി ഇവിടെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ചത്. കൃത്യമായി എത്രയോ പ്രസ്താവനകൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, ഒരു മതനിരപേക്ഷ ഫെഡറലിസ്റ്റ് രാജ്യത്തിന് ഭൂഷണമല്ലെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ എത്രയോ ഉദാഹരണങ്ങൾ പിണറായി പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. ആ സാഹചര്യത്തിൽ പൂർണ്ണമായി നമിക്കുന്ന, നിലത്ത് കിടന്ന് ഇഴയുന്ന തരത്തിലേക്ക് ഗവൺമെന്റ് മാറുന്നു. ഇത് ജനം കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുന്നുണ്ട്. ഇങ്ങനെ പോയാൽ എപ്പോഴാണ് ഗവർണറുടെ ഓഫീസ്, ലോക് ഭവൻ, സെക്രട്ടേറിയറ്റിനെയും മന്ത്രിസഭയെയും വിഴുങ്ങുന്നത് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അത് അതിവിദൂരത്തല്ല.